ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മുന്നാസ് കിച്ചൻ റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിലിപ്പോൾ സിമ്പിളായിട്ട് ബീഫ് വെക്കണ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി 1 കിലോ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല ജീരകം, കുമിൻ സീഡ്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 3 വിസിലിൽ വേവിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചില ബീഫൊക്കെ നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പം സാധാരണ മസാലയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ബീഫ് വേവില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ 3 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. മൂന്ന് വിസിലിന് ശേഷം ഓഫ് ചെയ്യണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ബണ്ടിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ഗാർലിക്കിൻ്റെ അത്രയും തന്നെ എടുക്കണമെന്നില്ല. ഇഞ്ചി കൂടിപ്പോയ ഒരു കയ്പ്പ് പോലെയാണ്. ഞാൻ ഇഞ്ചി അതിൻ്റെ അത്ര ഒന്നും എടുക്കില്ല കേട്ടോ. അതിൻ്റെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഇത്രയുമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഓരോന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ജാറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞെന്ന് പറഞ്ഞാൽ പീസായിട്ട് കിടക്കുന്ന വിധത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്.
അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞിരുന്ന് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ സവാള നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാനുള്ളൂ. അങ്ങനെ ഫസ്റ്റത്തെ സെക്ഷൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അരഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പൊടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വേവിച്ച് എടുത്ത ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതി. കണ്ടോ, അരഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് ഇതിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കാം. സവാള വഴറ്റിയും സമയം കളയണമെന്നൊന്നുമില്ല. അപ്പോൾ അരിയാനുള്ള സമയവും വഴറ്റാനുള്ള സമയവും ഇങ്ങനെ നമുക്ക് ലാഭിക്കാം. ഇനി അടുത്ത സെക്ഷനും നമുക്ക് അരിഞ്ഞെടുക്കാം മിക്സിയുടെ ജാറിൽ. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അടുത്ത സെക്ഷനും ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിരിക്കണോണ്ട് ഞാനെൻ്റെ കയ്യിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ. ഇനി പച്ചമുളക് ഒരു 4-5 എണ്ണം, പിന്നെ 3-4 തണ്ട് വേപ്പിലയും പോലെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സവാളയോടൊപ്പം തന്നെ ഇട്ടാലും മതി. പിന്നെ പുതിന, മല്ലിച്ചീര നല്ല ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണതാണ് നല്ലത്. പിന്നെ ചിലർക്ക് കൂടുതൽ ഇഷ്ടമാവും, കൂടുതലിടാം വേണമെങ്കിൽ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഉള്ളി ചേർക്കണില്ലെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. അപ്പോൾ ഇവിടെ ഉള്ളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അടുത്തത് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടിയുടെ പകുതിയോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ബീഫ് കറിയാണ്. ഇതുപോലെ തന്നെ ചിക്കനും നമുക്ക് ചെയ്യാവുന്നതാണ്. ചിക്കനാകുമ്പോൾ നേരത്തെ തന്നെ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരുമിച്ച് തന്നെ ഇടാം. പിന്നെ സവാള അരിയും വേണ്ട, ഉള്ളി ഒലിക്കുകയും വേണ്ട, വഴറ്റുകയും വേണ്ട, നല്ല ടേസ്റ്റും ഉണ്ടാവും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണും കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നേരത്തെ
ബീഫിൽ ചേർത്ത പോലെ 1/2 ടീസ്പൂൺ മസാലയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും ഇഞ്ചിയൊക്കെ കൂടിപ്പോയാലാണ് ഈ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് മസാലയ്ക്ക് കണക്കാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് വലിയ കയ്യിലിൽ ഒരു 2.5 കയ്യിലോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂണും 1/2 കയ്യിലും കൂടി ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് ചിലപ്പോൾ മോനെ കൊണ്ട് കാണിപ്പിച്ചു തരാം വീഡിയോ എടുത്തിട്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പച്ചയ്ക്ക് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി വേവിക്കാം. ഒരു 5-6 വിസിലോളം മതിയാവും. ഇനി അങ്ങനെ ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തൽക്കാലം ഇത്രയും വേണം, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒഴിച്ചത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ ബീഫ് നമുക്ക് വെന്തതൊന്ന് നോക്കാം.
നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും ചിലപ്പോൾ വെക്കുന്നുണ്ടായിരിക്കും, അല്ലാത്തവരുണ്ടെങ്കിൽ വെച്ചിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് സവാള, അല്ലെങ്കിൽ 2-3 ഉള്ളി ആയാലും മതി, സവാള കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇതൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഇതും ഒരു സാധാരണ കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം മീനൊന്നും കിട്ടാണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് നമുക്കിതിൽ ആഡ് ചെയ്യാം, പക്ഷേ ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ തേങ്ങയും ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് ചൂടായി വരണം. മല്ലിപ്പൊടി നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് ചൂടായി വറന്ന് വരണം. അങ്ങനെ മുളക് പൊടിയും നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം.
അരച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോഴേക്കും മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയ്ക്ക് വെന്തിട്ടുണ്ട്. ഒരു 7 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ചൂടുവെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. സത്യത്തിൽ ആദ്യത്തെ മുട്ട മാത്രം നല്ല ക്ലീനായിട്ട് തൊലി കളഞ്ഞ് കിട്ടി. ബാക്കിയൊന്നും അത്ര മെനക്ക് കിട്ടിയില്ല. കുറച്ചൊക്കെ പോയി. ആദ്യത്തെ മാത്രം നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ മുട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അരപ്പൊക്കെ കലക്കിയിട്ട് അവസാനം ഓൺ ചെയ്യാം. ഇനി അരപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് കലക്കിയല്ല, അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് ഒന്ന് ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളവും ആഡ് ചെയ്യാം.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇനി ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കോടംപുളി. നമ്മൾ കോർക്കാപ്പുളി എന്നാണ് കേട്ടോ പറയണത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടണവരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ചെറുതായിട്ട് തിളച്ച് വരണുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നന്നായി തിളക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തക്കാളി വെന്ത് വന്നുണ്ട്. നമുക്ക് താളിക്കാനായിട്ട് നോക്കാം. ഒരു ചെറിയ പീസ് സവാള തന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം.
കളറാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി ഒന്ന് സെർവ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാം. ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉണക്ക ചെമ്മീനുള്ളി മുളക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.